വെൽക്കം ടു ദി ഇൻസൈറ്റ് ഗ്രിഡ്. 3 AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ സംശയം വരും, ഇല്ലീഗലാണോ എന്ന്. എന്നാൽ 100% ഫ്രീയും ക്രിയേറ്റിവിറ്റി കൂട്ടാൻ പറ്റുന്നതുമായ 3 AI ടൂളുകൾ. ഈ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 3 അടിപൊളി AI വീഡിയോസാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ദ ഫസ്റ്റ് വൺ ഇൻ അവർ ലിസ്റ്റ് ഈസ് സ്കൈസ്പേസ്. നമുക്ക് പലപ്പോഴും കോളേജിലോ അല്ലെങ്കിൽ ഓൺലൈൻ റിസർച്ച് പേപ്പേഴ്സോ കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ചെടുക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ടല്ലേ? എനിക്ക് പേഴ്സണലി വരാറുണ്ട്. കാരണം അതിലുള്ള ചില വേർഡ്സിൻ്റെ മീനിങ്സ് എനിക്ക് മനസ്സിലാവാറില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ കൂടുതലും ഗൂഗിളിൽ റെഫർ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ChatGPT യൂസ് ചെയ്യും. പക്ഷേ ഇന്ന് അതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് സ്കൈസ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് വെറുതെ ഒരു PDF അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം അതിൻ്റെ മനസ്സിലാവാത്ത സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഇൻ്റർഫേസാണ് കിട്ടുക. ലെഫ്റ്റ് സൈഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത PDF-ഉം റൈറ്റ് സൈഡ് അതിൻ്റെ ഫുൾ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടും നമുക്ക് കിട്ടും. സോ ആ ചാറ്റ് ബോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് സെക്ഷൻ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനൊരു ലിമിറ്റില്ല. എത്ര പേജസ് ഉള്ള PDF വേണമെങ്കിലും നമ്മളിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. എനിക്ക് മനസ്സിലായത്തോളം ഓരോന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് ChatGPT-യോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കി സ്കൈസ്പേസ് നമ്മളോട് ചോദ്യവും ഉത്തരവും ചോദിക്കും. അതും അക്കാഡമിക് ലെവലിൽ. മെഡിക്കൽ സ്റ്റുഡൻസ് ആയാലും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയാലും റിസർച്ചേഴ്സ് ആയാലും ഒരുപോലെ തന്നെ ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ദെൻ ChatGPT ഉണ്ട്, അഫ്കോഴ്സ്, ഞാൻ ഇല്ലയെന്ന് പറയില്ല. ബട്ട് സ്റ്റിൽ അക്കാഡമിക് ലെവലിൽ കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണതിൽ സ്കൈസ്പേസ് ആണ് എന്നുള്ളതിൽ ഏറ്റവും നല്ല ടൂള് എനിക്ക് മനസ്സിലായിടത്തോളം. ഞാൻ പേഴ്സണലി ലാസ്റ്റ് 1 to 2 months ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് സ്കൈസ്പേസ് ആണ്. ദ സെക്കൻഡ് വൺ ഇൻ അവർ ലിസ്റ്റ് ഈസ് ലിയനാർഡോ AI. ഒരു അടിപൊളി ടെക്സ്റ്റ് ടു ഇമേജ് കൺവേർട്ടറാണ് ഈ AI ടൂള്. നമുക്കിപ്പോൾ പോസ്റ്ററോ ലോഗോ തമ്പനെയിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നിങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഡിസൈൻ ചെയ്യാൻ പണ്ട് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ക്യാൻവയാണ് യൂസ് ചെയ്യണത്. ബട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടൂളാണ് ലിയനാർഡോ AI. ChatGPT നമുക്ക് പ്രോംപ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ അൾട്രാ റിയലിസ്റ്റിക് 4K എന്നുള്ളൊരു ക്യാപ്ഷനും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ആ പ്രോംപ്റ്റോടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ജനറേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള 4 ഇമേജസ് ആണ് നമുക്ക് കിട്ടുക അതിൽ. ദ തേർഡ് വൺ ഇൻ അവർ ലിസ്റ്റ് ഈസ് ElevenLab. എനിക്ക് റീസെൻ്റ്ലി വൺ ഓഫ് ദ ഫേവററ്റ് AI ടൂളാണ് ElevenLab. കാരണം ഞാൻ കുറേ അധികം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും എൻ്റെ സൗണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുമ്പോൾ എനിക്കിഷ്ടപ്പെടാറില്ല. കുറേ ആൾക്കാർക്ക് ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സ്വന്തം വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടാറില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് പലപ്പോഴും ഈ വോയിസ് ഓവർ നൽകേണ്ട ജോലി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. റെക്കോർഡിങ്, മൈക്ക്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, ടൈമിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാ പ്രശ്നങ്ങളുമാണ്. ഇതെല്ലാം ElevenLab മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് വളരെ ഈസിയാണ് ഇത് യൂസ് ചെയ്യാൻ. ജസ്റ്റ് ഗൂഗിൾ നമ്മുടെ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ChatGPT-യോ ജെമിനിയോ ഗ്രോഗോ ഏതാ വെച്ചാൽ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ യൂസ് ചെയ്യണ ജനറേറ്റീവ് വേവ് യൂസ് ചെയ്തിട്ട് നമുക്ക് വോയിസ് ഓവർ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുറേ വോയിസസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കുറേ അധികം വോയിസസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് മെയിൽ വോയിസ് ആയാലും ഫീമെയിൽ വോയിസ് ആയാലും കുറേ അധികം വോയിസസ് അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് വോയിസ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എമോഷൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ വോയിസിൻ്റെ അത്രയും നാച്ചുറലാണ് ആ വോയിസ് ഓരോന്നും. ദെൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ വോയിസ് ക്രിയേറ്റ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ChatGPT-ന്ന് കോപ്പി ചെയ്തൊരു പ്രോംപ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. ആ വോയിസ് ജനറേറ്റ് ചെയ്യാണ്. ജനറേറ്റ് ചെയ്ത ശേഷം ആ വോയിസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കേൾപ്പിച്ചു തരാം. These AI tools are so powerful, they feel illegal to use. But guess what? They're 100% free and completely legal. From cloning your voice in seconds to editing videos with just text, these tools can save you hours or money. Stick around because the last one might just blow your mind. ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ 3 AI ടൂളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് ഒരു ബോണസ് AI ടൂളിനെ കുറിച്ചും കൂടെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഗ്രോഗാണ്. ഗ്രോഗ് എന്നത് ഇപ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇലോൺ മസ്കിൻ്റെ X
പ്ലാറ്റ്ഫോമിലുള്ളൊരു AI അസിസ്റ്റൻ്റ് ആണ് ഗ്രോഗ്. ഗ്രോഗ് ബേസിക്കലി ഒരു സൂപ്പർ ഇൻ്റലിജൻറ്റ് ചാറ്റ് ബോട്ടാണ്. പക്ഷേ ChatGPT പോലെ അത്ര സിമ്പിൾ കോൺവെർസേഷൻ ബോട്ടല്ല. ChatGPTക്ക് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും അത് കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രമേ ChatGPT നിന്ന് നമുക്ക് ആൻസർ കിട്ടാറുള്ളൂ. പക്ഷേ ഗ്രോഗിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡും ഹ്യൂമറും എല്ലാം നിറഞ്ഞതാണ്. ദെൻ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായി തോന്നിയത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ChatGPT നിന്ന് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രോഗിൽ പേസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് വളരെയധികം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രണ്ടാമത്തെ ടൂളായിട്ടുള്ള ലിയനാർഡോ AIയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് എനിക്ക് ഗ്രോഗിൽ നിന്ന് കിട്ടി. സോ ഇതൊരു അഡീഷണൽ ടൂളാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട അത് യൂസ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇനിയും കുറേ കൂടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും വേണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനിയൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ ഗുഡ് ബൈ.